ഞാനുണ്ടല്ലോ ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി എനിക്ക് ഇടേണ്ടി വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരാൾ. കാരണം ഞാൻ റിയാക്ടിങ് വീഡിയോ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഞാനൊരു ഫുട്ബോൾ പേഴ്സണോ കാര്യങ്ങളൊന്നുമല്ല. വെറുതെ തോറ്റപ്പോഴും അതേപോലെ തന്നെ റൊണാൾഡോ തോറ്റപ്പോഴും എനിക്ക് അത് കൂടി ഫുട്ബോൾ അറിയാവുന്ന കാരണം ഞാൻ അത്ര വലിയ പേഴ്സൺ അല്ല. എനിക്ക് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയില്ല. കാരണം എനിക്ക് ആകെ അറിയുന്നത് റൊണാൾഡോ, നെയ്മർ, മെസ്സി ഈ 3 കളിക്കാരും ഇവർ ഏത് ടീമിലാണ് കളിക്കുന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എലിജിബിൾ അല്ല ഇങ്ങനെ ഒരു എന്താ പറയുക ഇത്രയും ഇങ്ങനെ പറയാൻ മാത്രം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. എനിക്ക് ഫുട്ബോളിനെ പറ്റി അറിയില്ല. പക്ഷേ എനിക്കിത് എന്തോ പറയണമെന്ന് തോന്നി. കുറേ ഇങ്ങനെ കണ്ടപ്പോഴേ ലൈക്ക് നെയ്മർ തോറ്റപ്പോഴും അതെ കുറേ ഇങ്ങനെ കളിയാക്കലും മെസ്സിക്കാരനെ റൊണാൾഡോ ആയിക്കോട്ടെ, റൊണാൾഡോ ഫാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെസ്സി ഫാൻസ് ആയിക്കോട്ടെ ഭയങ്കര കളിയാക്കൽ. റൊണാൾഡോ തോറ്റപ്പോഴും അതെ മെസ്സി ഫാൻസ് ഭയങ്കര കളിയാക്കി. പിന്നെ കഴിഞ്ഞു പോയ നെയ്മറിൻ്റെ ഫാൻസും ബ്രസീൽ ഫാൻസും ലൈക്ക് നന്നായുള്ള ഞങ്ങൾ തോറ്റപ്പോൾ എന്തൊക്കെയായിരുന്നു കളിയാക്കൽ. അങ്ങനെ മെസ്സി തോറ്റു. ലൈക്ക് ഞാനൊരു മെസ്സി ഫാനല്ല, ഞാനൊരു റൊണാൾഡോ ഫാനല്ല, ഞാനൊരു നെയ്മർ ഫാനല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ നാണുണ്ടോ ശരിക്കും. ഞാനൊരു ഫുട്ബോൾ ഫാനല്ല എന്നിട്ട് കൂടി എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ എന്തോ പോലെ. അപ്പോൾ നിങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഫുട്ബോൾ ഫാനല്ല. സത്യം പറഞ്ഞാൽ ഒരാൾ തോക്കുമ്പോൾ ഇതൊരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എന്തോരം സ്റ്റോറീസ് ഞാൻ കാണുന്നുണ്ടെന്ന് അറിയോ. ഒരു റൊണാൾഡോ ഫാനായിട്ട് കൂടി മെസ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതാക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അല്ലാണ്ട് കളിയാക്കുന്നത് നാണുണ്ടോ നിങ്ങൾക്കൊക്കെ? എനിക്കത് മാത്രം ചോദിക്കാനുള്ളൂ. നാണം എന്ന് പറയുന്ന സാധനം നിങ്ങളൊന്നും എന്താ പറയുക ഒരു ഫുട്ബോൾ ഫാനാണെന്ന് പറഞ്ഞ് നടക്കണേലുണ്ടല്ലോ ഒരു വിലയില്ല.